കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സൗരസമർ എല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകം 32-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നു. ഈജിപ്തിനോടുള്ള ബന്ധത്തിൽ അവർക്കെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്ന അവസാന ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസാന ഭാഗത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ന്യായവിധി എവിടെ മേൽ വരുന്നു, അങ്ങനെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് അഥവാ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു ഫറവോനെയും ഫറവോന്റെ ജനത്തെയുമാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, നീ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ചെല്ലുക, അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ പോയി നീ കിടക്കുക എന്ന് പറഞ്ഞ് ആ ഭാഗം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. കൂടാതെ ഫറവോൻ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല ആളുകളെയും കാണുന്നതായിട്ടും ആ സമയത്തുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ചും ഉണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ചും ഒക്കെ വിശദമായി മനസ്സിലാകുന്ന നിലയിലാണ് അതിൻ്റെ അവസാന ഭാഗം അതിനകത്ത് എഴുതി വരച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഫറവോനും തൻ്റെ കൂട്ടരും ആ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ നോക്കുമ്പോൾ വളരെ അപമാനത്തോടെയും ശാപത്തോടെയും ഒക്കെ മുൻപോട്ട് പോകേണ്ട അവസ്ഥ വരുന്നത്. കാരണം ഒരു കാലത്ത് തൻ്റെ സാമ്രാജ്യ ശക്തിയുടെ കീഴിൽ അടക്കി വാണിരുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരും അവരാൽ കൊല്ലപ്പെട്ടവരും അവരടക്കി വാണവരും ഒക്കെ അവിടെയുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു സാധാരണക്കാരനായിട്ടാണ് ഫറവോനും കൂട്ടരും ചെല്ലുന്നത്. സാധാരണ സാമ്രാജ്യ ശക്തിയുടെ സ്ഥാപകനായ നേതാവായ ഫറവോൻ ചെല്ലുമ്പോൾ അഥവാ അതിന് എസ്കോർട്ടുണ്ട്, ഭയങ്കര ബഹുമാന പദവികളുണ്ട്. ഇല്ല എങ്കിൽ അവരെ മരിക്കുമ്പോൾ ആ നിലയിലുള്ള രാജ്യാന്തര ബഹുമതിയോടെയാണ് അടക്കം ചെയ്യുന്നത്. പിരമിഡുകളിലാണ് അടക്കം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇറങ്ങി ഭൂമിയുടെ അധോഭാഗങ്ങൾക്ക് ചെന്നപ്പോൾ കാണാം, ഒരു കാലത്ത് കൊല്ലപ്പെട്ടവരും അടക്കി വാണവരും അവരെ പരിച്ഛേദന ഏറ്റവരാണ്, മറ്റവർ പരിച്ഛേദന ഏൽക്കാത്തവരാണ് എന്നുള്ള ഭാവത്തിൽ നിന്നയാലും അപമാനത്താലും കഴിഞ്ഞിരുന്ന ജനങ്ങളുടെ ഇടയിലേക്കാണ് ഫറവോനും കൂട്ടരും തങ്ങളുടെ കിടക്ക പങ്കിടുവാൻ ലഭിച്ചിരിക്കുന്ന അവസ്ഥകൾ. ഇതവരെ ഒരു വലിയ അപമാനത്തിലേക്കും നിന്ദയിലേക്കും കൊണ്ടുപോകുന്നതാണ് എന്നാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പല രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ രാജ്യങ്ങളുള്ള പ്രിയപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട്, അവരെയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ 31-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഫറവോന് ചിലരെ കാണുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. കാരണം നരകത്തിലേക്ക് അഥവാ ആ ഷിയോളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫറവോൻ ആശ്വാസം കിട്ടാനുള്ള കാരണം ആ മരിച്ച് അവിടെ ചെന്നവരുടെ കൂട്ടത്തിൽ ഫറവോന്റെ ആ നിലവാരമുള്ള ചില ആളുകൾ മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ആ നിലയിലുള്ള പദവിയിൽ ജീവിക്കുന്നവരെ കണ്ടതുകൊണ്ട് ഫറവോന്റെ ഹൃദയത്തിനകത്തൊരു ആശ്വാസമുണ്ടായി. ഒരു കോണിൽ അപമാനവും നിന്ദയും. കാരണം മുമ്പ് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ. ഇപ്പോൾ ഈ ഭാഗത്ത് കണ്ടപ്പോൾ തനിക്ക് ഞാൻ മാത്രമല്ല, ഇന്ന ഇടത്തിലെ രാജാവും പ്രഭുക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട്
ഒരാശ്വാസം ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതായി യെഹെസ്കേൽ പ്രവാചകൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതൊരു പരിഹാസത്തോടു കൂടെയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ശക്തന്മാരും വീരന്മാരും മരിക്കുന്നു. അശൂര്, ഏലാം, മേശക്കും, തൂബാൽ, ഏദോം, വടക്കൻ രാജ്യത്തിലെ പ്രഭുക്കന്മാർ, സീദോൻ, ഫറവോൻ, അങ്ങനെ സകല ജനത്തെയും ഒരുമിച്ച് അവിടെ കാണുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, അനുതാപമില്ലാത്ത പാപികളുടെ ആത്മാവും ശാശ്വതമാകുന്ന ഒരു മരണത്തിലേക്കുള്ള സൂചനയാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൃദയത്തിൽ പുറമെ അവർ പരിചയനേറ്റതാണ് ഫറവോനും ഗ്രൂപ്പും. എന്നാൽ വേദോസിൽ വായിക്കുന്ന പോലെ ഹൃദയത്തിൻ്റെ അകത്തൊരു പരിച്ഛേദനയില്ല. അതുകൊണ്ട് ദൈവിക നീതിയുടെ വാളാൽ കൊല്ലപ്പെടുന്നു, അവരുടെ അതിക്രമവും അവരുടെ മേൽ വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമുക്കത് 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവസാനത്തെ വാക്യം, 32-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത്. ഫറവോനും അവന്റെ പുരുഷന്മാരൊക്കെയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇവിടെ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ എൻ്റെ ഭീതി പരത്തിയിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. ദൈവം യെഹെസ്കേലിലൂടെ ഈജിപ്തിനോടുള്ള ന്യായവിധിയുടെ വാക്കുകളൊക്കെ നിർത്തി. അവർ തീർച്ചയായും കൊണ്ടുവരാൻ പോകുന്ന, അഥവാ യഹോവയായ ദൈവം ആ ജനത്തിന്മേൽ അയക്കാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള ഭീകരമാകുന്ന മറ്റൊരു ഗൗരവമാകുന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത യഹൂദന്റെ ഉത്തരവാദിത്വമായിരുന്നു യഹോവയായ ദൈവത്തിന്റെ മഹത്വം മറ്റുള്ള ജാതികളുടെ ഇടയിൽ പരത്തുക, അഥവാ അവരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തത്, അവരെ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ജാതികൾക്ക് പ്രകാശമായി തീരുവാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തതും ആക്കി വെച്ചിരുന്നു. ആ സ്ഥാനത്ത് അവർ അവിശ്വസ്തരായിപ്പോയി, അവരതിൽ പരാജയപ്പെട്ടു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, യഹോവയായ ദൈവത്തിൻ്റെ നാമം മറ്റു ജാതികളെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വം മറ്റുള്ള വെളിപ്പെടുത്തുവാൻ ആക്കി വെച്ച ഇസ്രായേൽ ജനം പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും പ്ലാനുകൾക്കും ഒരു മാറ്റമില്ല. ഇവിടെ യഹോവയായ ദൈവം എടുത്തു പറയുന്നു, ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്തെ പരത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞാൽ, ആ ജനത്തിന്റെ ഇടയിൽ യഹോവയായ ദൈവം ആരാണെന്ന് സകല ജഡവും മനസ്സിലാക്കത്തക്ക നിലയിലുള്ളതായ ഒരു ദൈവിക പ്രവർത്തനത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഏൽപ്പിച്ചവർ ആ സ്ഥാനത്ത് പരാജയപ്പെട്ടാലും അവിശ്വസ്തരായിത്തീർന്നാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ, നാമം ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അത് ചെയ്യും. ഇവിടെ അവർ പരാജയപ്പെട്ടപ്പോൾ യഹോവയായ ദൈവം തന്നെത്താൻ തൻ്റെ നാമജാതകരുടെ ഇടയിൽ ഉയർത്തുന്നു. മുൻ അധ്യായങ്ങളിൽ പലവട്ടം എടുത്തു പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് അവർ അറിയും, യഹോവയായ ദൈവമെന്ന് അവരറിയും, യഹോവയായ ദൈവമാണെന്ന് ജാതികൾ അറിയും
എന്നിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ പറയുന്നു, ഞാനാണ് അങ്ങനെ ദേശത്ത് ഭീതി വരുത്തിയത് എന്നവർ അറിയും. ഇപ്പോൾ യഹോവയായ ദൈവത്തിന്റെ നാമം ദൈവം ഉയർത്തും, ആരും അതിനെ തടയുവാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ അത്. മറ്റൊന്ന്, വ്യക്തികളെ മാത്രമല്ല, ചരിത്രത്തിൻ്റെയും കർത്താവാണ് യഹോവ എന്ന് അരുളപ്പാടിലൂടെ വളരെ ഉറപ്പിച്ച് പറയുന്നു. ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ഉയർച്ച, ആ രാഷ്ട്രത്തിൻ്റെ തകർച്ച, ആളുകൾ പറയും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന പ്രതിഭാധനരായ നേതാക്കൾ നിമിത്തമാണ് അങ്ങനൊരു ഉയർച്ച ഉണ്ടായത്, അല്ലെങ്കിൽ രാഷ്ട്രം തകർന്നത് എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എല്ലാ അന്തർദേശീയ പ്രസ്ഥാനങ്ങൾക്കും അതിന് പിൻപിൽ പ്രവർത്തിക്കുന്ന അമാനുഷികമാകുന്ന ഒരു ശക്തിയുണ്ട്. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്നവരായാലും കൊള്ളാം, വലിയ സാമ്രാജ്യ ശക്തി ആയാലും കൊള്ളാം, അവർക്കുണ്ടാകുന്ന ഉയർച്ചകൾ, തകർച്ചകൾ, അതിൻ്റെ മാറ്റങ്ങൾ, ഇതെല്ലാം അവരുടേതായിരിക്കുന്ന പ്രവർത്തനത്തിലുണ്ടായാലും ശരി, അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ദൈവം ഈ വലിയ ഈ നേതാക്കന്മാരുടെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രത്തലവന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ അതിൻ്റെ സമയങ്ങളും അതിൻ്റെ കാലങ്ങളും അതിൻ്റെ പരിധികളും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഏതു വലിയ സാമ്രാജ്യമായാലും അതിനൊരു കാലം വെച്ചിട്ടുണ്ട്, അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോകുവാൻ ദൈവം ഇന്നു വരെ അനുവദിച്ചിട്ടില്ല, ഇനിയും അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് ദൈവത്തെ ആരെല്ലാം വെല്ലുവിളിച്ചാലും, ദൈവമില്ലെന്ന് വാതോരാതെ പറഞ്ഞാലും, ഈ ദൈവത്തെ ആരും അറിഞ്ഞില്ലെങ്കിലും ശരി, ഈ കാലഘട്ടങ്ങളെയും ഈ സാമ്രാജ്യത്തെയും ഈ സമയത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന, നിയമിച്ചാക്കുന്ന ഒരു അമാനുഷികമാകുന്ന ശക്തി, ഒരു ഡിവൈൻ പവർ ഇതിന് പിൻപിലുണ്ട്. ആ ദൈവിക ശക്തി തീരുമാനിച്ചിട്ടുണ്ട് ഓരോ രാഷ്ട്രത്തിൻ്റെയും സമയം, ഓരോ നേതാക്കന്മാരുടെ കാലങ്ങളും സമയങ്ങളും അവരെ പരിധികളും യഹോവയായ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ തകർച്ചയുടെ സ്വഭാവം നിർണയിക്കുകയും അവരെ എങ്ങനെ തകർച്ചയിലേക്ക്, ന്യായവിധിയിലേക്ക് നയിക്കണം, അതിനാരെ ഉപയോഗിക്കണം, അടുത്ത ഏത് സാമ്പ്രദായ ശക്തിയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത്, ഏതിനെയാണ് ഏജന്റായി ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം യഹോവയായ ദൈവം വളരെ നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പിൻപിൽ ഒരു വലിയ ശക്തി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈൻ പവർ, ഒരു ദൈവിക ശക്തി, അതുകൊണ്ടാണ് യഹൂദനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ശ്രമിച്ച ഹിറ്റ്ലർ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞപ്പോൾ കാലം വിട്ടുപോകേണ്ടി വന്നു, രാജ്യം വിട്ടുപോകേണ്ടി, ലോകം വിട്ടുപോകേണ്ടി വന്നു. അന്ന് ഉയർന്നു നിന്ന സാമ്രാജ്യ ശക്തികളാകുന്ന ഇന്ന് ഇന്ത്യയെ, നെപ്പോളിയൻ, നെബൂഖദ്നേസർ, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യങ്ങൾ, സകലവും ഇന്നൊന്നുമില്ലാത്ത പേരിന് മാത്രം ഒതുങ്ങിക്കഴിയുന്ന വെറും കൊച്ചു കൊച്ചു രാജ്യങ്ങളായി തീർന്നു.
അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഏത് കാലഘട്ടത്തിലായാലും ആരായിരുന്നാലും ശരി, അതിനെല്ലാം ഒരു കാലവും സമയവും പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ആ സ്ഥാനത്തും ദൈവം അവരെ മാറ്റും. അതാണ് ദൈവജനം പറയുന്നു, അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ ഇറക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആരെത്ര ഉയർന്നാലും ആമീൻ, യഹൂദനെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചിറങ്ങിയാലും, ഇല്ല ഇന്ന ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കാമെന്ന് ആലോചിച്ചിറങ്ങിയാലും, അതിനെല്ലാം ഒരു പരിധിയും ഒരു കാലവും ഒരു സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ മാത്രമേ ഇത് ഓടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഓടത്തില്ല. ദൈവം തമ്പുരാൻ അതിനെല്ലാം അതിരുകൾ വെച്ചിട്ടുണ്ട്, അതിനെല്ലാം പരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെല്ലാം പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കടക്കുവാൻ ഇന്നത്തെ ഒരു രാജ്യത്തിനോ ഒരു രാഷ്ട്രത്തിനോ കഴിഞ്ഞിട്ടില്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, ഓരോരുത്തർക്കും നിശ്ചയിച്ചൊരു കാലമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു പരിമിതിയും പരിധികളുമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നോക്കണം, ഒരു കാലത്ത് സാമ്രാജ്യ ശക്തിയായി ഉയർന്നു നിന്ന, സകലത്തെയും വെല്ലുവിളിച്ച് നിന്ന ഈജിപ്തിൽ നിന്ന് ഒന്നുമില്ലാതായിപ്പോയി. അതിൻ്റെ കാലഘട്ടം തീർന്നു. ഇന്നും അതൊന്നുമല്ലാത്ത ഒരു രാജ്യമായി ഒരു കോണിൽ ഒളിഞ്ഞ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട വസ്തുത. ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ പലതും സംഭവിച്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ നാം പാർക്കുന്ന ഇടയിലോ നമ്മുടെ രാജ്യത്തോ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ അറിവോടുകൂടെ മാത്രമാണെന്നും, അതിനെല്ലാം ചില പരിധികൾ ദൈവം നിശ്ചയിച്ചിട്ടെന്നും, അതുവരെ അത് ഓടത്തുള്ളെന്നും, അത് കഴിയുമ്പോൾ അതിന് സ്ഥാനത്ത് മാറ്റപ്പെടുമെന്നും ദൈവമൊക്കെ നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അറിവോടുകൂടെ മാത്രമാണെന്നും, ദൈവം അതിന് കാലങ്ങളും സമയങ്ങളും അതിന് പരിധികളും നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം യഹോവയായ ദൈവം ഞാനാണെന്ന് സകല ജനവും അറിയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം ഇതിൻ്റെ എല്ലാം പിൻപിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ രാത്രി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അധ്യായം നിർത്തുകയാണ്. നാം പഠിച്ചുകൊണ്ട് വന്നപ്പോൾ യഹോവയായ ദൈവം ഫറവോൻ ഇടപെട്ടു. അവൻ്റെ അഹംഭാവം, അഹങ്കാരം ഒക്കെ മാറത്തക്ക നിലയിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരനുഭവത്തിലേക്ക് നീങ്ങി. നിന്ദയിലൂടെയും അപമാനത്തിലൂടെയും പോകേണ്ടി വന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തുകൊള്ളണം, സകലത്തിന്മേലും ഭരിച്ചു നടത്തുന്ന ദൈവമുണ്ട്. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവർ ഓർത്തുകൊള്ളണം, സകലത്തിന്മേലും ഭരിക്കുന്ന, സകലത്തെയും നന്നായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി ലോകത്തിലുണ്ട്, ഒരു ഡിവൈൻ പവർ. അത് നമ്മുടെ സൃഷ്ടിതാവായ, നമ്മുടെ രക്ഷിതാവാകുന്ന കർത്താവിൻ്റെ ശക്തിയുടെ കരമാണ്. ആ കരത്തിന് കീഴിൽ നമുക്ക് താണിരിക്കാം. ദൈവം നമ്മെ അതിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് 33-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 33-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 33-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും.
അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ ഇവൻ തന്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ഓക്കെ, വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുള്ള പ്രവാചകന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇവിടെ ഊന്നി പറയുകയാണ്. അത് ഊന്നി പറയുവാൻ ഒരു കാവൽക്കാരനെ രൂപത്തെ ആലങ്കാരികമായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. രണ്ട്, പ്രവാചകന്റെ സന്ദേശം നൽകേണ്ടതാണെങ്കിലും അത് ശ്രദ്ധിക്കാനുള്ള ആത്യന്തികമാകുന്ന ഉത്തരവാദിത്വം ജനങ്ങളുടേതാണെന്ന് ഈ 31 അധ്യായത്തിലൂടെ എടുത്തു പറയുന്നു. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അഥവാ കാവൽക്കാരൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ചെയ്യുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള പ്രവാചകന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തെ ഊന്നിപ്പറയുവാൻ ഒരു കാവൽക്കാരന്റെ ആലങ്കാരികമായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പൗരഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ എഗസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ വാക്യഭാഗത്ത് ഇതുപോലെ ഏകദേശം സാമ്യമുള്ള ഒരു ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അവിടെയും ഇതുപോലെ കാവൽക്കാരനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കാവൽക്കാരന്റെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെ ഇതുപോലെ തന്നെ അവിടെയും പറയുന്നു. ഇതൊന്നുകൂടെ എടുത്ത് ഈ ഭാഗത്ത് പറയുകയാണ്. ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രവാസികളോട് ഒരു കഥാരൂപത്തിൽ പറയുവാൻ യഹോവ ദൈവം യെഗസ്കേലിന് അരുളപ്പാട് നൽകുകയാണ്. ഇതിലെ 1-2 വാക്യം, ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നതിന് ഇങ്ങനെയാണ്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നതാൽ. 2-ാമത്തെ വാക്യം, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയണം. അപ്പോൾ ഈ പ്രവചനം യെഗസ്കേലിന്റെ സ്വജാതിക്കാരാകുന്ന യഹൂദ ജനത്തിനുള്ളതാണ് എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഇത് സ്വജാതിക്കാരാകുന്ന യഹൂദ ജനത്തിനുള്ളതാണ് ഈ പ്രവചനം. ഇനി യഹൂദ ജനം എന്ന് പറയുമ്പോൾ ഈ പ്രവാസികളായി കഴിയുന്ന ജനത്തിനോടുള്ള ബന്ധത്തിലാണ്. കാരണം യെഗസ്കേൽ പ്രവചിക്കാൻ പോകുന്നത് യഹൂദ ദേശത്ത് പോകാൻ ഒക്കത്തില്ല. അവൻ പാർക്കുന്ന പ്രവാസത്തില. അപ്പൊ തന്റെ ചുറ്റുപാടുമുള്ള യഹൂദ ജനത്തോട് പ്രവചിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്വജനത്തോട് നീ പറയാൻ. ഇനി ഒരു ദേശത്തിന് നേരെ വാൾ വരുമ്പോൾ എന്ന് പറഞ്ഞാണ് അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ 2-ാമത്തെ വാക്യം ആരംഭിക്കും: ഞാൻ ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ എന്ന് പറഞ്ഞ് ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന് നേരെ വാൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ
ഒരു ദേശത്തിന് നേരെ യുദ്ധം വരുമ്പോൾ നമുക്കറിയാം, പട്ടണങ്ങൾക്ക് നേരെ, ദേശങ്ങൾക്ക് നേരെ, നഗരങ്ങൾക്ക് നേരെ യുദ്ധത്തിന് ആളുകൾ ഒരുങ്ങി വരും. സാധാരണ പട്ടണങ്ങൾക്ക് ചുറ്റും പട്ടണ മതിലുണ്ടായിരിക്കും, പട്ടണത്തിനൊരു വാതിലുണ്ടായിരിക്കും എന്ന് നമ്മളെ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പട്ടണം, പട്ടണ മതിൽ, പട്ടണ വാതിൽ. അപ്പോൾ ഈ ദേശത്തിനെതിരെ യുദ്ധത്തിന് ആള് വരും എന്ന് അറിവ് കിട്ടുമ്പോൾ ആ ദേശത്തിലെ ജനങ്ങൾ യുദ്ധത്തിന് സജ്ജരാകണം, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങണം, തങ്ങളെ തന്നെ ഒരുക്കി തങ്ങളെ തന്നെ റെഡിയായി മുൻപോട്ട് വരണം. ഇനി ഇങ്ങനെ യുദ്ധത്തിന് വരുമെന്നറിഞ്ഞാൽ യുദ്ധത്തിന് റെഡിയാകണം. അതിന് അവരുടെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ച് കാവൽക്കാരനാക്കി തീർക്കും. ഈ കാവൽക്കാരന്റെ ജോലി എന്ന് പറയുന്നത് മതിലിന്റെ മുകളിൽ കയറി നിൽക്കുക, ഒരു കാഹളവും കയ്യിൽ പിടിച്ചുകൊണ്ട് മതിലിന്റെ മുകളിൽ കയറി നിൽക്കണം. അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾ വരുന്നുണ്ടോ എന്നവൻ നോക്കണം. അവൻ ദൂരവേ നോക്കി നിന്നിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അവൻ കാഹളം ഊതണം. ഇതാണ് അവന്റെ ജോലി. അപ്പൊ ഈ കാവൽക്കാരൻ മതിലിന്റെ മുകളിൽ നിൽക്കുകയും കാഹളം കയ്യിൽ പിടിക്കുകയും വേണം. ശത്രുവിനെ കാണുമ്പോൾ കാവൽക്കാരൻ കാഹളം ഊതണം. ഈ കാഹളം ഊതുമ്പോൾ ജനമെല്ലാം യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം. അതിന്റെ 7-ാം വാക്യത്തിൽ, 33-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാവൽക്കാരൻ ആരാണ്? യെഹെസ്കേൽ പ്രവാചകനാണ് ഇവിടുത്തെ കാവൽക്കാരൻ. അപ്പൊ യെഹെസ്കേൽ പ്രവാചകനെ കാവൽക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് പറയുന്ന പ്രവചന ഭാഗമാണിത്. ഇനിയും അപ്പോൾ ഇപ്പോൾ യെഹെസ്കേൽ ഒരു പ്രവാചക വേഷം മാത്രമല്ല, ഒരു കാവൽക്കാരന്റെ വേഷം ധരിച്ചിരിക്കുകയാണ്. ഒരു കാഹളമൊക്കെ പിടിച്ച് മതിലിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കി സമയാസമം കാഹളം ഊതുന്ന ഒരു കാവൽക്കാരന്റെ വേഷം ധരിച്ച് നിൽക്കുകയാണ്. ഇനി 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 33:3. ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു. എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, യുദ്ധത്തിന് ആളുകൾ വരുന്നു എന്ന് കാഹളം ഊതി കാവൽക്കാരൻ അത് കണ്ടിട്ട് കാഹളം ഊതി ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്ത ശേഷം ജനങ്ങൾ യുദ്ധത്തിന് തയ്യാറായില്ല എങ്കിൽ ആ ജനം മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ ആ മരണത്തിന്റെ കുറ്റം അവരുടെ മേൽ തന്നെ വരും. കാരണം കാവൽക്കാരൻ അറിയിക്കേണ്ടത് അറിയിച്ചു, യുദ്ധത്തിന് ഒരുങ്ങേണ്ട ജനം യുദ്ധത്തിന് ഒരുങ്ങിയില്ല. അതുകൊണ്ട് അവർ യുദ്ധത്തിൽ മരിച്ചു. അതുകൊണ്ട് അതിന്റെ തെറ്റ്, അതിന്റെ കുറ്റം ആ ജനത്തിന് തന്നെ ഇരിക്കും. കാരണം ജനത്തിന് കൊടുത്ത മുന്നറിയിപ്പ് അനുസരിച്ച് ജനം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവർ മരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് കുറ്റം
അവരുടെ തലമേൽ തന്നെ ഇരിക്കും. ഇതാണ് ഈ ഭാഗത്തെ ഒന്നാമത്തെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് നൽകിയ കാവൽക്കാരൻ ഒരിക്കലും കുറ്റക്കാരനാകുകയില്ല. കാരണം അവന്റെ ഡ്യൂട്ടി ശത്രു വരുന്നു എന്ന് കാണുമ്പോൾ കാകളമൂതി ജനത്തെ അറിയിക്കുക. എന്നാൽ ജനത്തിന്റെ ഉത്തരവാദിത്വമാണ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി അതിനെ ജയിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ജയിക്കാതെ അവർ മരിച്ചു പോയാൽ അവന്റെ മേലുള്ള കുറ്റം അവന്റെ മേൽ തന്നെ ഇരിക്കും. അതൊരിക്കലും കാവൽക്കാരന്റെ മേൽ ആ കുറ്റം വരത്തില്ല എന്ന് ഈ ഭാഗത്ത് എടുത്തു പറയുന്നു. ഇനി കാവൽക്കാരൻ മുന്നറിയിപ്പ് നൽകിയില്ല എങ്കിൽ ജനം യുദ്ധത്തിന് തയ്യാറാകത്തില്ല. കാരണം ജനത്തിന്റെ ജോലി ചെയ്തിരിക്കുക. ആ ജനത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കാവൽക്കാരൻ്റെയാണ്. അപ്പൊ ആ കാവൽക്കാരൻ യുദ്ധത്തിന് ആളുകൾ വരുന്നു എന്ന് കണ്ടിട്ട് കാകളമൂതി ജനത്തെ അറിയിക്കുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാത്തതിനാൽ ജനം മരിക്കുന്നു. അങ്ങനെ മരിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ച മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ കാകളം പിടിച്ചു നിൽക്കുന്ന കാവൽക്കാരൻ തന്നെയാണ്. അതിന് പൂർണ്ണ ഉത്തരവാദി. ആദ്യത്തെ മരണത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒരുങ്ങാത്തവർക്ക് അവർ മരിച്ചു. അതിന് കുറ്റം അവരുടെ മേൽ തന്നെ. രണ്ടാമത്തെ മരണം കാകളമൂത് വരുന്നത് കണ്ടിട്ട് കാവൽക്കാരൻ കാകളമൂതിയെ അറിയിച്ചില്ല. അറിയിക്കായികയാൽ അവർ യുദ്ധത്തിന് ഒരുങ്ങിയില്ല. യുദ്ധത്തിന് ഒരുങ്ങാത്തത് കൊണ്ട് അവർ മരിച്ചു. അതുകൊണ്ട് അവരുടെ രക്തം, അതിൻ്റെ കുറ്റം കാവൽക്കാരന്റെ മുകളിൽ ഇരിക്കും എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് യഹോവ ജനത്തിന്റെ പാപനിമിത്തം ശിക്ഷിക്കുന്നു. അവർക്ക് മാനസാന്തരപ്പെടാമായിരുന്ന അവസ്ഥയ്ക്ക് കാര്യങ്ങൾ ഒരുക്കുന്നു. ദൈവം അവരെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ മുന്നറിയിപ്പ് നൽകിയില്ല എങ്കിൽ യഹോവ അവരെ ശിക്ഷിക്കുന്നു. കാവൽക്കാരനെ യഹോവയെ ദൈവം ശിക്ഷിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ദൈവജനത്തെ തിരുത്തുവാൻ കാവൽക്കാരൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള പവിത്രമാകുന്ന ഒരു ഉത്തരവാദിത്വം കാവൽക്കാരനുണ്ടായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവന്റെ രക്തം അവന് തന്നെയായിരിക്കും. അപ്പോൾ ഒന്ന് ജനത്തിനുമുണ്ട് ഉത്തരവാദിത്വം, കാവൽക്കാരനുമുണ്ട് ഉത്തരവാദിത്വം. ഒന്ന് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം യുദ്ധത്തിന് ആളുകൾ ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ കാകളമൂതി ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം. ഇതാണ് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം. ജനത്തിന്റെ ഉത്തരവാദിത്വം കാകളനാദം കേൾക്കുമ്പോൾ ജനം യുദ്ധത്തിന് തയ്യാറാകണം. ഇതാണ് ജനത്തിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ ആ ജനത്തിന്റെ ഉത്തരവാദിത്വം അനുസരിച്ച് ജനം തയ്യാറാകുന്നില്ല. തയ്യാറാകാതെ ജനം മരിക്കുന്നു എങ്കിൽ അവന്റെ രക്തം അഥവാ ആ മരണത്തിന്റെ കുറ്റം ആ ജനത്തിന് മേലിരിക്കും. ഇനി മറ്റൊന്ന്, കാവൽക്കാരൻ മുന്നറിയിപ്പ് കൊടുക്കാതെ ഇരുന്നാൽ ആ ജനത്തിന്റെ മേലുള്ള രക്തത്തിന്റെ കുറ്റം, അവർ മരിച്ചതിന്റെ കുറ്റം മുഴുവൻ കാവൽക്കാരന്റെ മുകളിൽ ഇരിക്കും. ഇതാണ് 3-4 വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ രക്തം അവന്റെ തലമേൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് യാഗമർപ്പിക്കുന്ന മൃഗത്തിന്റെ തലയിൽ കൈവച്ച്
ആ യാഗം അർപ്പിക്കാൻ വരുന്ന കുറ്റങ്ങൾ മുഴുവൻ ആ യാഗമൃഗത്തിന്റെ തലയിൽ വെച്ചിട്ടാണ് അതിനെ കൊണ്ടുപോയി അറുത്ത് യാഗം കഴിക്കുന്നത്. എന്നുപോലെ ആ മരിച്ച സർവജനത്തിന്റെയും കുറ്റം കാവൽക്കാരൻ നിമിത്തമാണ് മരിച്ചതെങ്കിൽ ആ കുറ്റം മുഴുവൻ കാവൽക്കാരന്റെ തലമേലിരിക്കും. ഇല്ല, കാവൽക്കാരൻ അറിയിച്ചിട്ടും ജനം ഒരുങ്ങാതെ ഇരുന്നിട്ട് മരിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം മുഴുവൻ ആ ജനത്തിന് മേലിരിക്കും. കാവൽക്കാരൻ അതിൽ നിന്ന് ഫ്രീ ആയിത്തീരും. ഇതാണ് രക്തം അവന്റെ തലമേലിരിക്കും എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മുന്നറിയിപ്പ് സ്വീകരിക്കുന്നവൻ തന്റെ ജീവനെ രക്ഷിക്കും. മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവന് അവന്റെ ജീവനെ രക്ഷിക്കുവാൻ അവന് കഴിയത്തില്ല. ദൈവിക ന്യായവിധി ദേശത്ത് വരുമ്പോൾ കാവൽക്കാരൻ മുന്നറിയിപ്പ് അറിയിക്കുന്നു. കേൾക്കുന്നതിലും ശരിയായ നിലയിൽ പ്രതികരിക്കുന്നതിലുമാണ് ഒരു ജനത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവിടെയാണ്. കാവൽക്കാരൻ അത് കണ്ടിട്ട് കാഹളമൂതി ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആ മുന്നറിയിപ്പിൻ പ്രകാരം ജനം തയ്യാറായി ശരിയായ നിലയിൽ പ്രതികരിക്കുന്നതാണ് ജനത്തിനെ സംബന്ധിച്ച് അതിന്റെ സംരക്ഷണം, അതിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന് 7 മുതൽ 9 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാതിരുന്നാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഈ 7 മുതൽ 9 വാക്യങ്ങൾ 1 മുതൽ 2 മുതൽ 6 വരെ പറഞ്ഞ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതിന്റെ പൊരുൾ തിരിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതൊന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. തന്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകാൻ ദൈവം യെഗസ്കേലിനെ കാവൽക്കാരനായി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ വിളി അതാ, കാവൽ ജോലി ചെയ്യുക. കാവൽക്കാരനാണെങ്കിൽ ദൂരവേ നിന്ന് വരുന്നത് കാണണം, മുന്നറിയിപ്പ് കൊടുക്കേണ്ട സമയത്ത് മുന്നറിയിപ്പ് കൊടുക്കണം. അവൻ മതിലിന് മുകളിൽ കാവൽക്കാരനെ പോലെയായിരുന്നു. ഇവിടെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടനോട് ഞാൻ പറയുന്നു നീ മരിക്കും. അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചാൽ, ദുഷ്ടനോട് അഥവാ ദുഷ്ടനോട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ജനങ്ങൾ. അവന്റെ വഴി വിട്ട് കളയുവാൻ നീ പറയുന്നില്ല എങ്കിൽ ആ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. എങ്കിലും അവന്റെ രക്തം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ചോദിക്കും. നമുക്കിതിനകത്ത് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ദുഷ്ടനോട് കാഹളമൂതി മുന്നറിയിപ്പ് കൊടുക്കണം. നീ വളരെ അപകടത്തിലാണ്, ഏതു സമയം നീ തകർന്നു പോകും, നീ പാപം ചെയ്തു എന്നിങ്ങനെ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ആ ദുഷ്ടൻ അങ്ങനെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ആ കാവൽക്കാരൻ ദുഷ്ടനോട് അത് പറയുന്നില്ല എങ്കിൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ അങ്ങനെ മരിച്ചു പോകും. ആ കാരണം അവന് തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുന്നില്ല,
അവന് തെറ്റുകൾ മനസ്സിലാക്കാതെ അവൻ അങ്ങനെ മരിച്ചു പോകും. അപ്പൊ അവന്റെ രക്തത്തിന് ഉത്തരവാദി, അവന്റെ പ്രാണന്റെ ഉത്തരവാദി, അവന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നോട് ചോദിക്കും എന്നാണ് ഇവിടെ അർത്ഥം. ഇനി കാവൽക്കാരൻ തന്റെ അശ്രദ്ധ മൂലം നശിക്കുന്ന എല്ലാവരുടെയും രക്തത്തിന് ഉത്തരവാദിത്വം നൽകണം. അവിടെ പാപനിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് ജനങ്ങളോട് പറയുക എന്നതായിരുന്നു അവന്റെ ചുമതല. അവനത് പറഞ്ഞാൽ ദുഷ്ടൻ മനം തിരിയാതെ അകൃത്യത്തിൽ മരിക്കുകയാണെങ്കിൽ കാവൽക്കാരന്റെ മേൽ കുറ്റം വരത്തില്ല. കുറ്റം വരുന്നത് അനുഭവിക്കാതെ മരിച്ച അവന്റെ മേൽ തന്നെ ആ കുറ്റം വരും. അപ്പൊ ദൈവത്തിൽ നിന്ന് കേട്ടത് ആ പ്രവാചകൻ, കാവൽക്കാരൻ ജനത്തോട് പറയണം. അനുതപിക്കുകയും ജനം മനം തിരികെയും ചെയ്യുന്ന ആളുകൾ മരിക്കും. കാവൽക്കാരൻ തന്റെ സന്ദേശം വിശ്വസ്തയോടെ അറിയിച്ചു. അങ്ങനെ അവനെ ജീവിപ്പിക്കുവാൻ കഴിയും. അപ്പൊ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ യെഹെസ്കേൽ അവഗണിച്ചാൽ, പ്രവാചകൻ അവഗണിച്ചാൽ, കാവൽക്കാരൻ അവഗണിച്ചാൽ ദൈവം അവനെ ശിക്ഷിക്കും. അവരുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യെഹെസ്കേൽ പ്രവാചകന്റെ മേലായിരിക്കുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറഞ്ഞ് രാത്രി നമുക്ക് നിർത്താം. നമ്മൾ 1 മുതൽ 6 വരെ കണ്ടത് യുദ്ധത്തിന് ഒരുങ്ങുന്നതും ഒരുങ്ങാത്തതുമായ ജനം, യുദ്ധത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും നൽകാത്തതുമായ ഒരു കാവൽക്കാരൻ. ഇവിടെ വന്നപ്പോൾ ഒരു ദുഷ്ടന്റെ അരികിൽ പോയി ദുഷ്ടനെ കണ്ടിട്ട് അവന്റെ ദുഷ്ടതയെ കുറിച്ച് അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ മനം തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ അവന്റെ അകൃത്യത്തിൽ മരിക്കും. അതിന്റെ കുറ്റക്കാരൻ അവൻ തന്നെ ആയിരിക്കും. പ്രവാചകന് മേൽ കുറ്റം വരത്തില്ല. ഇനി പ്രവാചകനെ അറിയിച്ച നിമിത്തം പ്രവാചകൻ പോയി അവനോട് പറഞ്ഞ് അവൻ എന്നിട്ട് മനം തിരിയുകയാണെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. ഇനി പ്രവാചകനെ അറിയിച്ചിട്ടും പ്രവാചകൻ അവനോട് പോയി പറയുന്നില്ല എങ്കിൽ, അവനെ ഗുണദോഷിക്കുന്നില്ല, തെറ്റുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ ദുഷ്ടൻ അകൃത്യത്തിൽ മരിക്കും. അതിന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഈ കാവൽക്കാരനുണ്ട്, ഈ പ്രവാചകനുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. പഴയ നിയമത്തിൽ കാവൽക്കാരാക്കി വെച്ചിരുന്ന പ്രവാചകന്മാർ, അങ്ങനെയുള്ള പുരോഹിത ശ്രേഷ്ഠന്മാർ, അവർ ജനത്തിന്റെ ദുഷ്ടതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ മനം തിരിയാത്തവർ തങ്ങളുടെ ദുഷ്ടതയിൽ മരിച്ചു. അവരുടെ രക്തത്തിന്റെ വില, അവരുടെ മേലുള്ള കുറ്റം പ്രവാചകന് മേൽ വരത്തില്ല, ആ ജനത്തിന് മേൽ വരും. എന്നാൽ മനം തിരിയുന്നില്ല എങ്കിൽ ആ ജനത്തിന് തന്നെ കുറ്റക്കാരനാകും. എന്നാൽ പ്രവാചകൻ ആ കുറ്റം പറയുന്നില്ല എങ്കിൽ ആ ദുഷ്ടൻ തന്റെ അകത്വത്തിൽ മരിച്ചാൽ അതിന്റെ കുറ്റം പ്രവാചകന്റെ മേലിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട വസ്തുത, ഇവിടെ പ്രവാചകനെ ദൈവം സ്വജനത്തിന്റെ നടുവിൽ കാവൽക്കാരനാക്കി വെച്ചുവെങ്കിൽ, ദൈവം നമ്മെ ഓരോ സൊസൈറ്റിയിലും, നമ്മുടെ കുടുംബത്തിലും, ഓരോ കമ്മ്യൂണിറ്റിയിലും, ഓരോ ദേശത്തും നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ദൈവം കാലാകാലങ്ങളായി രക്ഷിച്ച് ദൈവത്തിന് മക്കളാക്കി തീർത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം നമുക്ക് നൽകി
നമ്മളെ ഒരു സ്ഥലത്താക്കിയിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ആ ദേശത്തെക്കുറിച്ചുള്ള കാവൽക്കാരൻ നീയാണ്. അതിന്റെ ഉത്തരവാദിത്വം നിനക്കുണ്ട്. നിന്നോട് പറയുന്ന അനുസരിച്ച് നീ ആ ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവൻ തന്നെ ദുഷ്ടതയിൽ മരിക്കും. പക്ഷേ അവന്റെ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം, അവന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നമ്മുടെ മേൽ ചുമത്തപ്പെടും. നമ്മൾ കുറ്റക്കാരായി മാറ്റപ്പെടുമെന്ന് ഈ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ അത് പറഞ്ഞു, നമ്മളെ അറിയിക്കേണ്ട സമയത്ത് പോയി അറിയിച്ചു, അവൻ മനം തിരിയുന്നില്ല എങ്കിൽ അതിന്റെ കുറ്റം പ്രവാചകനല്ല, ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കും അതിന്റെ കുറ്റം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മളായിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ദൗത്യമാണ് അവരുടെ പാപത്തെക്കുറിച്ച് അവരെ ഓർപ്പിച്ചുണർത്തുക എന്നുള്ളത്. അങ്ങനെ ദൈവം നിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിട്ട് നീ അത് ചെയ്യുന്നില്ല എങ്കിൽ നീ തന്നെ അതിന് കുറ്റക്കാരനായി തീരും. അതുകൊണ്ട് ദൈവം നിന്റെ ഹൃദയത്തെ പ്രേരണ തരുമ്പോൾ നീ പോകുകയും അവന്റെ കുറ്റത്തെക്കുറിച്ച് അവൻ പറയുകയും അവന് ബോധ്യം വരുത്തി കൊടുക്കുകയും ചെയ്ത ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ചെയ്താൽ നാമിന്റെ മേലുള്ള കുറ്റം നമ്മുടെ മേൽ വരത്തില്ല. അവനത് ഏറ്റെടുക്കുന്നെങ്കിൽ അവൻ ജീവിച്ചിരിക്കും, നമ്മളും ജീവിച്ചിരിക്കും. അതുകൊണ്ട് ഈ രാത്രിയുടെ വാക്കുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് ലഭിക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും, ഏത് പരിമിതിക്കകത്തായിരുന്നാലും, നമ്മുടെ മുമ്പിൽ ഉള്ള ദൈവത്തെ അറിയാത്ത, ദൈവത്തോട് പാപിച്ച് ജീവിക്കുന്ന ജനത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തി അത് പോയി പറയുവാൻ നമ്മൾ ഉത്തരവാദികളാണ്. അവരോട് സുവിശേഷം പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.